ദിവസേന ചെയ്യുന്ന പ്രവൃത്തി. ഉദാഹരണത്തിന് ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 എവറി ഡേ. ഐ ഗോ ടു ചർച്ച് ഓൺ സൺഡേയ്സ്. ഷീ ഗോസ് ടു കോളേജ് എവറി ഡേ ബൈ ബസ്. ഇതൊക്കെ ഹാബിച്വൽ ആക്ഷനാണ്. ഇത് നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പറയാം. അടുത്തതായിട്ട് നമ്മൾ ന്യൂട്രൽ പ്രസൻറ്റ് എന്ന് പറയും. അതായത് പ്രസൻറ്റ് ആക്ഷൻ തന്നെയാണ്, പക്ഷെ ഒരു പർട്ടിക്കുലർ ടൈം, ഒരു പ്രത്യേക സമയം അതിൽ സൂചിപ്പിക്കുന്നില്ലേ. സിമ്പിളായിട്ട് അങ്ങനെ പറയുന്നു. ഉദാഹരണം, ബോയ്സ് പ്ലേ ഫുട്ബോൾ. ഡു യു സിങ്? കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നു. നിങ്ങൾ പാടുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനൊരു അവിടെ ഒന്നും ഒരു പ്രത്യേക സമയത്തെ കുറിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതിന് ന്യൂട്രൽ പ്രസൻറ്റ് എന്ന് പറയുന്നത്. ആ ആക്ഷൻ ഒരു പ്രത്യേക സമയത്തെ സൂചിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് അതിന് ന്യൂട്രൽ പ്രസൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശരിക്കും ആക്ച്വൽ പ്രസൻറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന്, ഐ സീ ആൻ എയ്റോപ്ലെയിൻ. ഞാൻ എയ്റോപ്ലെയിനെ കാണുന്നു. പിന്നെ ദ പ്രിൻസിപ്പൽ വാണ്ട്സ് ടു സ്പീക്ക് ടു യു. പ്രിൻസിപ്പലിന് നിങ്ങളോട് സംസാരിക്കണം. ഇതൊക്കെ അതിൻ്റെ അർത്ഥം ആ സമയത്ത് അല്ലേ, ആ പ്രത്യേക സമയത്ത് തന്നെ നമ്മൾ പ്രിൻസിപ്പലിനെ കാണണം. എയ്റോപ്ലെയിൻ പറയുന്ന സമയത്ത് തന്നെ നമ്മൾ എയ്റോപ്ലെയിനെ കാണണം. അതാണ് ആക്ച്വൽ പ്രസൻറ്റ്. അടുത്തതായിട്ട് പെർമനൻറ്റ് ട്രൂത്ത് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് പറയുന്നത്. ഉദാഹരണത്തിന്, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അടുത്തൊരു ഉദാഹരണം കൂടി, ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. അടുത്തതായിട്ട് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയെ സൂചിപ്പിക്കാനും സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നു. ഉദാഹരണമായിട്ട്, ദ ഹിമാലയാസ് ആർ ഓൺ ദ നോർത്ത് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ് ഹിമാലയ. അതൊരു പെർമനൻ്റ് സ്റ്റേറ്റാണ്. അപ്പോൾ അത് നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൽ പറയാം. ആറാമതായിട്ട് നമ്മൾ ന്യൂസ് പേപ്പറിൽ വായിക്കുന്ന ഹെഡ്ലൈനുകളൊക്കെ സിമ്പിൾ പ്രസൻറ്റിൽ പറയാറുണ്ട്. ഉദാഹരണത്തിന്, മാൻ റീച്ചസ് ദ മൂൺ, മാസ് മർഡറർ എസ്കേപ്സ്. അങ്ങനെയുള്ള കാര്യങ്ങൾ. മനുഷ്യൻ ചന്ദ്രനിൽ എത്തിച്ചേർന്നു, കൊലയാളി രക്ഷപ്പെട്ടു. അതൊക്കെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് ഹെഡ്ലൈനായിട്ട് ന്യൂസ് പേപ്പറിൽ കാണാറുള്ളത്. ഏഴാമതായിട്ട് നമ്മൾ നേരത്തെ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങൾ. ഉദാഹരണത്തിന്, ഐ ലീവ് ഫോർ മുംബൈ നെക്സ്റ്റ് വീക്ക്. അത് നമ്മൾ നേരത്തെ തീരുമാനിച്ചതാണ്. അടുത്ത ആഴ്ച ഞാൻ മുംബൈയിലേക്ക് പോകും എന്നത് നേരത്തെ തീരുമാനിച്ചതാണ്. അത് പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷനാണ്. ആക്ഷൻ ഫ്യൂച്ചറിലേ സംഭവിക്കുകയുള്ളൂ. പക്ഷേ എന്നിരുന്നാലോ അത് നേരത്തെ പ്ലാൻ ചെയ്ത കാര്യമാണ്. പിന്നെ നമ്മൾ ഇമ്പരറ്റീവ് സെൻറ്റൻസ്. ഇപ്പോൾ ഇമ്പരറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ളവ: പ്ലീസ് ഗോ ഔട്ട്, പ്രേ ഫോർ മീ. ഇതൊക്കെ നമ്മൾ ഇമ്പരറ്റീവ് സെൻറ്റൻസിന് ഉദാഹരണമായിട്ട് പറയാവുന്ന സെൻറ്റൻസുകളാണ്. അതേപോലെ തന്നെ അവ സിമ്പിൾ പ്രസൻറ്റിലാണ് പറയുന്നത്. ഒമ്പതാമതായിട്ട് ആശ്ചര്യത്തെ സൂചിപ്പിക്കുന്ന വാചകങ്ങൾ. അത് നമ്മൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് എന്ന് പറയും. ഉദാഹരണം, വാട്ട് എ ഹാൻസം ബോയ് ഹീസ്. ഇതൊരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസാണ്.
10ാമതായിട്ട് ഡ്രാമാറ്റിക് നാരേറ്റീവ്സ് എന്ന് പറയും. ഉദാഹരണത്തിന് ഒരു നാടകം തുടങ്ങുമ്പോൾ നമ്മൾ ആ സ്റ്റേജിൽ എന്താണോ സംഭവിക്കുന്നത് അതിനെപ്പറ്റി പറയുന്നതാണ്. ഉദാഹരണമായിട്ട് ഇതെടുക്കുക. വെൻ ദ കർട്ടൻ റൈസസ്, കർട്ടൻ ഉയരുമ്പോൾ എ ഗേൾ ഈസ് റൈറ്റിംഗ് അറ്റ് ഹെർ ഡെസ്ക്, ഒരു പെൺകുട്ടി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഡൻലി ദ വിൻഡോ ഓപ്പൺസ് ആൻഡ് എ മാസ്ക്ഡ് മാൻ എൻറ്റേഴ്സ്, പെട്ടെന്ന് തന്നെ ജനൽ തുറന്നിട്ട് ഒരു മാസ്ക് ധരിച്ച ആൾ കടന്നു വന്നു. അങ്ങനെയുള്ള സെൻറ്റൻസുകൾ ഡ്രാമാറ്റിക്കായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഇതിനെ ഹിസ്റ്റോറിക് പ്രസൻറ്റ് എന്ന് കൂടി പറയുന്നുണ്ട്. അതിനും സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കും. 11ാമതായിട്ട് കണ്ടീഷണൽ ക്ലോസസ് എന്ന് പറയും. കണ്ടീഷണൽ ക്ലോസസിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന സബോർഡിനേറ്റ് ക്ലോസ്, അത് പറയുന്നത് ഫ്യൂച്ചർ ടൈം ആയിരിക്കും. സബോർഡിനേറ്റ് ക്ലോസ് ഫ്യൂച്ചർ ടൈം ആയിരിക്കും. കണ്ടീഷണൽ ക്ലോസിൻ്റെ തുടക്കം അത് സിമ്പിൾ പ്രസൻറ്റിലായിരിക്കും. ഇഫ് ഐ സീ ടോം ഐ ഷാൽ ടെൽ ഹിം, ഞാൻ ടോമിനെ കാണുകയാണെങ്കിൽ അവനോട് പറയാം. ഒരു ഉദാഹരണം കൂടി. മഴ നിൽക്കുകയാണെങ്കിൽ, നമ്മൾ മഴ തോർന്നാൽ എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ വി ഷാൽ ഗോ ഔട്ട്. മഴ എപ്പോഴാണ് നിൽക്കുക, അപ്പോൾ നമുക്ക് പുറത്ത് പോകാം. വെൻ ഇറ്റ് സ്റ്റോപ്സ് റെയിനിങ് വി ഷാൽ ഗോ ഔട്ട്.